നോമ്പും പെരുന്നാളാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രവാചകൻ നിങ്ങൾ ജനങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക, നമ്മൾക്ക് നോമ്പെടുക്കുക. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ വിറ്റാവില്ല വിവാദങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ഞാൻ അൽഹുദായിന്റെ വാക്കുകൾ എന്നാണ് പരമാവധി വന്നിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ നോമ്പ് പിടിക്കുന്ന നാളിലാണ് നോമ്പ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മക്കയിലെ ജനങ്ങൾ മാത്രമാണോ, അല്ല മദീനയിലെ ജനങ്ങൾ മാത്രമാണോ, അല്ല സൗദി അറേബ്യയിലെ ജനങ്ങൾ മാത്രം? ജനങ്ങൾ എന്നതിന്റെ അർത്ഥം നമ്മൾ ഖുർആനിൽ നിന്ന് കണ്ടു. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ജനമാണോ അല്ല ലോക ജനതയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് മാത്രം വന്ന റസൂലാണോ? അല്ല, ഒരിക്കലുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നബിയും റസൂലുമുണ്ട്. ബാക്കി എല്ലാവരും പ്രാദേശികമായിരുന്നു. ചരിത്രം പഠിച്ചു നമുക്ക് മനസ്സിലാക്കും. എല്ലാ നബിമാരും അവരവരെ കൗമിന് വേണ്ടി മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, എല്ലാവർക്കും റസൂലായിട്ട് വന്നത് ഞാനാണെന്ന് പറയുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞത് എല്ലാവരോടുമാണ്. കേരളക്കാരോട് മാത്രമല്ല, തമിഴ്നാടുകാരോട് മാത്രമല്ല, ഇന്ത്യക്കാരോട് മാത്രം, ലോക ജനത ഒട്ടുക്കും ഒരു ദിവസത്തിൽ നോമ്പെടുക്കുകയും ഒരു ദിവസത്തിൽ പെരുന്നാൾ ആചരിക്കുകയും ചെയ്യണം എന്നാണ് റസൂലിന്റെ കൽപ്പന. പെരുന്നാളിന്റെ ദിവസത്തിൽ നോമ്പെടുക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹിയെല്ലാം വിളംബരം ചെയ്യിച്ചിരുന്നു. മനസ്സിലാക്കണം. അത് എല്ലാവരോടും പറഞ്ഞത് എല്ലാവരും ഒരു ദിവസത്തിൽ ചെയ്യാൻ പാടില്ല. അപ്പം ജനങ്ങളിൽ നോമ്പെടുക്കുന്ന പറഞ്ഞാൽ ലോകത്തിലെ പൊതുവായ ജനങ്ങളാണ്. ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന സമൂഹം ഒരു ദിവസം നോമ്പെടുക്കുമ്പോൾ ന്യൂനപക്ഷമായ ചെറുപതി വിഭാഗം മാറി നിൽക്കുന്നതിൽ എന്ത് പ്രസക്തിയാണല്ലോ. അവിടെയൊക്കെയാണ് ജനങ്ങൾ നോമ്പെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ നോമ്പെടുക്കേണ്ടത് ഏത് ദിവസത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞു. റമദാൻ മാസത്തിലാണ് നോമ്പ്. റമദാൻ മാസത്തിന്റെ നോമ്പ് റമദാൻ 2-ാം തീയതി തുടങ്ങണം, 1-ാം തീയതി തുടങ്ങണോ, 2-ാം തീയതി തുടങ്ങണോ, 3-ാം തീയതി തുടങ്ങണം? ഇതാണ് നമ്മൾ ആലോചിക്കാൻ. ഒരു വിഭാഗം ആളുകൾ 3-ാം തീയതിയാണ് 1-ാം തീയതി എന്ന് പറഞ്ഞാൽ അത് 1-ാം തീയതി ആകോ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിന്റെ ആധാരം ചന്ദ്രനാണ്. ചന്ദ്രൻ ഒന്ന് കാണിക്കുന്ന ദിവസം മാത്രമേ ഒന്നാവുള്ളൂ. അപ്പൊ ഒരു വിഭാഗം അറിയുന്നവരുണ്ടെങ്കിൽ അവരിത് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതറിയില്ല. അതാ പറഞ്ഞു വന്നത്. നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുകയും ഈ വിഷയം പഠിക്കുകയും ചെയ്യണം. പഠിച്ചാൽ മാത്രമേ ഇത്